ശ്രീ KPO റഹ്മത്തുള്ള കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ചിലരെങ്കിലും ഇത് ഇസ്ലാമോഫോബിയുടെ ഭാഗമായുള്ള ഊതിപ്പെരുപ്പിച്ച കണക്കാണ് എന്ന് പറയുകയുണ്ടായി. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇന്നത്തെ ചർച്ചയിലേക്കടക്കം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെടും. പക്ഷേ അതിൽ നിന്നൊന്നും പ്രതിനിധികളെ നൽകാൻ അവർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ നിലപാട് പറയാനോ ഈ വിഷയത്തെ അനുകൂലിക്കാനോ എതിർക്കാനോ അങ്ങനെയും പറയേണ്ടി വരും. എതിർക്കേണ്ട വിഷയമാണ് എങ്കിൽ പോലും അതിന് ഭയമുണ്ടാകുന്നു എന്ന് വേണമല്ലോ അനുമാനിക്കാൻ. ഇസ്ലാമിക് ഫോബിയയുമായി ഈ സത്യസന്ധമായ വാർത്തകൾക്ക് ഒരു ബന്ധവുമില്ല എന്നതാണ് സത്യം. മലപ്പുറം ജില്ലയിൽ എന്ന് മാത്രമല്ല പല ജില്ലകളിലും അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി ഒരുപാട് മനുഷ്യജീവനുകൾ കുരുതി കൊടുക്കപ്പെടുകയാണ്. ഇനിയും സിറാജുദ്ദീന്റെ ഭാര്യയെ മനഃപൂർവ്വം കൊന്നതുപോലെ ഇനിയും മരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്നാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇസ്ലാമിന് ഒരു പങ്കുമില്ല എന്നതാണ് സത്യം. ഇസ്ലാം മതം അന്ധവിശ്വാസങ്ങളെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നേതൃത്വവും തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവിധ ചികിത്സകളും ചെയ്തതിനു ശേഷം, എല്ലാവിധ മുൻകരുതലുകളും ചെയ്തതിനു ശേഷം മാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതിനു പകരം പിഞ്ഞാണത്തിൽ എഴുതിയ വെള്ളം കുടിച്ചാൽ, ഏതെങ്കിലും ഔലിയാക്കളുടെ ശവകുടീരങ്ങൾ സന്ദർശിച്ചാൽ രോഗം മാറുമെന്ന് പറയുന്നത് ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം ചികിത്സിക്കാനും ഏറ്റവും നല്ല വൈദ്യ സഹായങ്ങൾ ചെയ്യാനുമുള്ള അഭ്യർത്ഥനയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല മറ്റ് മത ദർശനങ്ങളുമായി ഒരു ബന്ധവുമില്ല. അവിടെയാണ് ശ്രീ KPO റഹ്മത്തുള്ള എടുത്തു പറയേണ്ടത്. ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അടക്കം ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, അവരെ വിളിച്ചിരുന്നതാണ്. താങ്കൾക്കും അറിയാമല്ലോ, ഈ പാർട്ടിയുടെ സംവിധാനങ്ങൾ അനുസരിച്ച് ആ പാർട്ടിയാണ് അതിഥികളെ നൽകുക ഇത്തരം ചർച്ചകൾക്ക് എന്ന്. അപ്പോൾ അതൊരു പൊതുവായ തീരുമാനമാണ് എന്നുള്ളതാണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെ അടക്കം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ പറയേണ്ടത് ഇതിൽ തലവെക്കേണ്ടതില്ല എന്നുള്ളതാണ് നിർദ്ദേശം എന്നാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ മുസ്ലിം സമുദായവുമായി ഈ വിഷയത്തിന് ബന്ധമുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലെ ഭൂരിപക്ഷവും ഇത്തരം തിന്മകളെ എതിർക്കുന്നവർ ആയിരിക്കാം. അപ്പോൾ പോലും ആ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും താങ്കൾ പറയുന്നത് പോലെ സംസാരിക്കാൻ ആർജവമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാകും? വോട്ടും സീറ്റും ആണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യ ലക്ഷ്യം. ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനങ്ങളാണ് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, ഇന്ത്യൻ സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ഇവരൊക്കെ ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പേ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്കൊക്കെ ഈ സമൂഹം വഴിതെറ്റുമ്പോൾ, ഈ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയതയും ഊട്ടിയുറപ്പിക്കപ്പെട്ട രൂപത്തിൽ ജീവിതങ്ങൾ രൂപപ്പെടുകയും കൊലപാതകങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെതിരെ രംഗത്ത് വരാൻ ഇവർക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. കേരളം 21ാം നൂറ്റാണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. കേരളം പല മേഖലകളിലും, ആരോഗ്യ മേഖലയടക്കം ലോകത്ത് തന്നെ മുന്നിലെത്തിയ ഒരു സമയത്ത് സമൂഹത്തെ പിറകോട്ടടിപ്പിക്കാനും സമൂഹത്തെ ഇരുട്ടിലേക്ക് നയിക്കാനും നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾക്കെതിരെ ഇനിയും രംഗത്ത് വരാൻ രാഷ്ട്രീയ പാർട്ടികൾ മടിച്ചു നിൽക്കുന്നത് വോട്ട് ബാങ്കിന്റെ വിഷയത്തിലാണെങ്കിലും പ്രീണനത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതിനെയൊന്നും അനുകൂലിക്കാനോ അതിനോടൊക്കെ സമരസപ്പെട്ടു പോകാനോ ജനാധിപത്യവാദികൾക്കോ മനുഷ്യാവകാശങ്ങളിൽ വിശ്വസിക്കുന്നവർക്കോ പുരോഗമന ചിന്തയുള്ളവർക്കോ സാധിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കുറ്റകരമായ മൗനം നമ്മൾ ചോദ്യം ചെയ്തേ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാൻ. ഡോക്ടർ